CPI AIYF ചേർത്തല സൗത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. CPI AIYF ചേർത്തല സൗത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മികവ് 2025 എന്ന പേരിൽ അനുമോദന സമ്മേളനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അരിപ്പറമ്പ് PKV സ്മാരക ഹാളിലാണ് സമ്മേളനം നടന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാറ്റങ്ങൾക്കും അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. നമ്മുടെ എല്ലാ പുരോഗതിക്കും അടിസ്ഥാന വിദ്യാഭ്യാസമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആരാ? കുട്ടികളാണ്. വീട്ടിൽ എത്ര സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതൊന്നും കുട്ടികൾക്ക് ബാധകമല്ല. കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ ഓരോ കുടുംബങ്ങളും ചെയ്തു കൊടുക്കുന്നു. സാമ്പത്തികമുള്ള കുടുംബമാകട്ടെ, ഇല്ലാത്ത കുടുംബമാകട്ടെ. ഇപ്പം പണ്ടത്തെ ഒരു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പഠിക്കാനുള്ള സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ ഉള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കാലം മുമ്പാണെങ്കിൽ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ കുട്ടികൾ പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പഠിക്കാനേ പാടില്ല എന്ന് നിയമം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടുന്ന് മാറി വലിയ സമരമെല്ലാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറിയത്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും അങ്ങനെയുള്ള നവോത്ഥാന നായകന്മാരുടെ വലിയൊരു നിര അതിനെതിരായിട്ട് ശബ്ദിച്ചു. വലിയ മാറ്റമുണ്ടായി. അങ്ങനെയാണ് നമുക്ക് പഠിക്കുവാനൊക്കെയുള്ള അവസരം. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ധാരാളം സർക്കാർ സ്കൂളുകൾ വന്നു. അവിടെ പോയി കഴിഞ്ഞാൽ പഠിക്കാൻ കഴിയുമെന്നുള്ള സ്ഥിതി ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് വലിയ മാറ്റം ഉണ്ടായത്. KP മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R സുഗലാൽ പഠനോപകരണ വിതരണം നിർവഹിച്ചു. ചേർത്തല റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. CPI ചേർത്തല സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R പ്രവീൺ കുമാർ സ്വാഗതവും AIYF അരിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AT പ്രവീൺ നന്ദിയും പറഞ്ഞു. K ഷിബു, B സുശീലൻ, നിബു, S പത്മം, S അനീഷ്, പ്രമീള എന്നിവർ സംസാരിച്ചു. എക്സൈസ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മായാജിക്ക് സ്നേഹാദരവ് നൽകി. നിങ്ങൾക്കറിയാമോ, ഈ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ വേണേ അവരോട് ചോദിച്ചു. അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്താ? ഉപദേശമല്ല, ഉപദേശത്തിനെക്കാളും ദേഷ്യമുള്ളൊരു കാര്യം. എന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, പക്ഷെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം എന്താ? വഴക്കുപിടുത്തം. ഞാൻ തക്കാളിശ്ശേരിയിൽ ഒരു ക്ലാസ്സിൽ പോയി, ഒരു സ്കൂളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ നമ്പർ മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ അച്ഛനും അമ്മോടും ഒന്ന് സംസാരിക്കണം. ഞാൻ അവരോട് ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. രാവിലെ ചായക്ക് ചൂട് പോരാ, അല്ലെങ്കിൽ പത്രം വീണെടുത്ത് വീണില്ല എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി തുടങ്ങുന്ന വഴക്ക് സന്ധ്യാരതി. ഈ വഴക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ പറയാൻ പാടില്ലാത്ത എന്തു വർത്താനവും നമ്മൾ പറയും. ഒരു നാണവും ഇല്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെ ഉള്ള ഒരു കാര്യം. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു 80% സ്ഥലത്തും ഇതൊക്കെ ഉണ്ടാവും. കാര്യം രണ്ട് വ്യക്തിത്വങ്ങളാണ്, രണ്ട് വീടുകളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. അതൊക്കെ സംബന്ധിച്ച് വിവാഹം എന്ന ഒരൊറ്റ ചരടിലൂടെയാണ് നമ്മൾ ഒരുമിക്കുന്നത് രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ. അപ്പൊ ഇരിക്കണം, ആ രണ്ട് വ്യത്യസ്തരായ ആൾക്കാർ ഒരുമിച്ച് പോകുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്നാലേ നമുക്ക് സമാധാനപരമായിട്ട് വീട്ടിൽ പോകും.